ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ നിർണായക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തര സാഹചര്യങ്ങളിൽ വിന്യസിക്കാൻ G20 ഗ്ലോബൽ ഹെൽത്ത് കെയർ റെസ്പോൺസ് ടീം രൂപീകരിക്കണമെന്ന് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. അമേരിക്കയുടെ എതിർപ്പ് തള്ളി കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച പ്രഖ്യാപനവും G20 സമ്മേളനം അംഗീകരിച്ചു. ഭാരതവും കാനഡയും ഓസ്ട്രേലിയയും ത്രിരാഷ്ട്ര സാങ്കേതിക ഇന്നൊവേഷൻ മേഖലയിൽ പങ്കാളിത്തത്തിനും ധാരണയായിട്ടുണ്ട്. ലോക നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസും സാന്ദ്ര എ ഷാജിയും ചേരുന്നു. വിശദമായ വിവരങ്ങളും ആയി. ഐസൻ, G20 ഉച്ചകോടിയിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്? മാത്രമല്ല കാനഡയുമായും ഓസ്ട്രേലിയയുമായും കൂടുതൽ ഐക്യം ഊട്ടിയുറപ്പിക്കാനുള്ള ചില നടപടികളും ഉണ്ടായത് ശുഭോദർക്കമല്ലേ? തീർച്ചയായും അനിൽ നമ്പ്യാർ, ഈ കാനഡയുമായും അതുപോലെ തന്നെ ഓസ്ട്രേലിയയുമായുള്ളൊരു ധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്നുണ്ടായ ധാരണ എന്ന് പറയുന്നത് ഇന്നോവേറ്റീവ് ഐഡിയകൾ, അതായത് ആധുനികമായ കണ്ടെത്തലുകളുടെയും ആധുനിക സാങ്കേതിക വിദ്യകളുടെ കണ്ടെത്തലുകളുടെയും അത് സംബന്ധിച്ചുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വിനിമയവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ളൊരു ധാരണയാണ്, അതായത് ടെക്നോളജി ട്രാൻസ്ഫർ ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. ഭാരതത്തിലെ സാങ്കേതിക വിദ്യാ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ സാങ്കേതിക വിദ്യാ സ്ഥാപനങ്ങളും ഗവേഷണ കേന്ദ്രങ്ങളും ഒരു സംയുക്ത സംവിധാനങ്ങളായി പ്രവർത്തിക്കുന്നതിനുള്ളൊരു ധാരണ, അത് അത്തരത്തിൽ ആ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനും അത് വിനിമയം ചെയ്യുന്നതിനുമുള്ളൊരു സാധ്യത തുറക്കുക എന്നതാണ് പ്രധാനമായും ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ആന്റണി അൽബനീസ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം തന്നെ സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു സുപ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിനും അതുപോലെ തന്നെ ലോകത്തിനും യുവതയ്ക്കും വലിയ ഭീഷണിയാകുന്ന ഈ മയക്കുമരുന്നിൻ്റെയും ഭീകരതയുടെയും അതീവ ഗൗരവമുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ളൊരു ധാരണ, സംയുക്തമായി മുന്നോട്ട് പോകാനുള്ളൊരു ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്തുള്ള കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നതിനുമുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ അമേരിക്കയുമായുള്ള അല്ലെങ്കിൽ ഈ യുവാക്കളുടെ മയക്കുമരുന്ന് കടത്തും അതുപോലെ തന്നെ ഭീകരതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് സാന്ദ്ര നൽകുകയും ചെയ്യും. സാന്ദ്ര, ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭീകരതയുമായി ബന്ധപ്പെട്ട് ഭാരതത്തിൻ്റെ ഉറച്ച നിലപാട് നേരത്തെ തന്നെയുണ്ട്. അതുപോലെ തന്നെ മയക്കുമരുന്ന് ഫെൻറ്റാനിൽ ഉൾപ്പെടെയുള്ള സബ്സ്റ്റൻസിൻ്റെ കാര്യത്തിൽ വലിയൊരു വെല്ലുവിളി ലോകം നേരിടുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഏത് രീതിയിലുള്ളൊരു പ്രതിരോധമാണ് ഭാരതം ഈ G20 രാഷ്ട്രങ്ങളുടെ വേദിയിൽ ഉന്നയിക്കുന്നത്? ഐസൻ, കൃത്യമായി നമുക്ക് എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ നിലപാടുകളുടെ കാര്യത്തിൽ എന്നും ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ. അപ്പം ടെററിസത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങൾക്കെതിരെ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ഉറച്ച നിലപാടുകൾ എല്ലായ്പ്പോഴും എല്ലാ വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് G20 വേദിയും ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭീകരതയെ വേരോട് തന്നെ ഒഴിവാക്കും. അതിലേക്കുള്ളൊരു ചുവടുവയ്പ്പാണ് ഇന്ന് G20 വേദി സാക്ഷ്യം വഹിച്ചത്. നമ്മൾ കണ്ടു, ഡ്രഗ് ടെറർ നെക്സസ് എന്ന് പറഞ്ഞൊരു ഇനിഷ്യേറ്റീവ് തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഡ്രഗ്സിൻ്റെ ഒരു ഫ്ലോ തടയാൻ വേണ്ടിയിട്ട്, ഇപ്പം സിന്തറ്റിക് ഡ്രഗൊക്കെ ഒരുപാട് യുവജനങ്ങളുടെ ഇടയിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. അതിൻ്റെ പണം ഫൈനലി എത്തുന്നത് എപ്പോഴും ടെററിസത്തിലാണ്. ഈ ടെററിസ്റ്റുകൾക്ക് ഏറ്റവും അധികം വളം വെച്ച് കൊടുക്കുന്നില്ല, അവർക്ക് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഈ ഡ്രഗ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. അപ്പോൾ അതിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഇനിഷ്യേറ്റീവ് കൃത്യമായി പറയേണ്ട ഒരു വേദിയിൽ, ലോകരാജ്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു വേദിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള തുടർ കാര്യങ്ങൾ അവർ ചെയ്യുമെന്നും അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് കൂടാണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ക്ലൈമറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് G20 വേദിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലൈമറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞ രാഷ്ട്രം G20 വേദിയിൽ നിന്നും പിന്നോട്ടേക്ക് മാറി നിൽക്കുകയാണ്. അമേരിക്കയ്ക്കെതിരെ ഏറ്റവും വലിയൊരു ശബ്ദമായിട്ടാണ് ഭാരതം അവിടെ സംസാരിച്ചത്. അതിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, നെഗോഷ്യബിൾ അല്ല, ക്ലൈമറ്റിന് റിലേറ്റഡുള്ള കാര്യങ്ങൾ നെഗോഷ്യബിൾ അല്ല. അത് കൃത്യമായി തന്നെ ഭാരതവും അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനെതിരെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതല്ലാണ്ട് തന്നെ നമുക്ക് മറ്റു പല കാര്യങ്ങളിലും ഭാരതത്തിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണമാണ്. ശരിക്കും സ്ത്രീ ശാക്തീകരണം മാത്രമല്ല, കുട്ടികളുടെ ഡെവലപ്മെൻറ്റ്, അവർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, സ്ത്രീകളെ മുന്നോട്ടേക്ക് കൊണ്ട് നമ്മളെപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് നാരീശക്തി. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇനിഷ്യേറ്റീവാണ് നാരീശക്തി. സ്ത്രീകളെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക, അവർക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ കാര്യങ്ങൾ ചെയ്യുക, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതും കൃത്യമായി തന്നെ പ്രധാനമന്ത്രി ഇന്ന് G20 വേദിയിൽ പറഞ്ഞു. ലോകരാഷ്ട്രങ്ങളിലെ സ്ത്രീകൾ മുമ്പോട്ടേക്ക് വരേണ്ട ആവശ്യകതയെക്കുറിച്ചും അവർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം കൃത്യമായി തന്നെ പറയുകയുണ്ടായി. അതേപോലെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ലോകരാഷ്ട്രം നയിക്കാൻ
പോകുന്നത് അവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ വികാസത്തിന് വേണ്ടിയിട്ടും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും കൃത്യമായി എങ്ങനെയാണ് ഓരോ രാഷ്ട്രങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടിയാണ് നമ്മൾ ഈ മയക്കുമരുന്നിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയേണ്ടത്. യുവജനങ്ങളെയും കുട്ടികളെയും സ്ത്രീകളെയുമാണ് ഈ മയക്കുമരുന്നിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഏറ്റവും അധികം ബാധിക്കുന്നത്. അപ്പം ആഫ്രിക്ക പോലുള്ള വളർന്നുകൊണ്ട് വരുന്ന രാഷ്ട്രങ്ങളിൽ തന്നെ വന്ന് അത്തരം കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുന്നതിലൂടെ ആ രാഷ്ട്രങ്ങളെയും കൂടി നമ്മൾ ചേർത്ത് നിർത്തുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതാണ് കൃത്യമായി തന്നെ പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ആ ഒരു ആ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഭീകരതയുടെ വിഷയമുണ്ട്. ഭീകരതയുടെ വിഷയം നമുക്കറിയാവുന്നതാണ്. പെഹൽഗാമിൻ്റെ വിഷയങ്ങളുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന ഭാരതം അനുഭവിക്കുന്ന വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത ദിവസമാണ് ഡൽഹി ബ്ലാസ്റ്റ് ഉണ്ടായത്. അതും ഭീകരതയുടെ ജെയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ ലഷ്കർ ഇ തയ്യബയുടെയൊക്കെ കൃത്യമായ ഇടപെടലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ പല രീതിയിലുള്ള ഭീകര സംഘടനകളുടെ സാന്നിധ്യം ഭാരതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സമാനമായ രീതിയിലുള്ള വിഷയങ്ങൾ ക്രൈസ്തവർക്കെതിരെ നൈജീരിയയിൽ ആക്രമണങ്ങൾ നടക്കുന്നു. ബോക്കോ ഹറാമിൻ്റെ നേതൃത്വത്തിൽ അവിടെ വലിയ സങ്കീർണാവസ്ഥകൾ ഉണ്ടാകുന്നു. ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സംവിധാനം അല്ലായി G20 മാറ്റിയത് ഭാരതമാണ്. ഈ ഒരു സാഹചര്യത്തിൽ G20 ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സംവിധാനമാക്കി മാറ്റുകയും ഭാരതം അതിന് നേതൃത്വം നൽകുകയും ചെയ്യുമ്പോൾ ഈ ഗ്ലോബൽ സൗത്തിലെ പ്രധാനപ്പെട്ട ഘടകമായ ആഫ്രിക്കൻ യൂണിയനെ ഇൻക്ലൂഡ് ചെയ്തതെല്ലാം തന്നെ ഭാരതം നേരിട്ടാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഭീകരതയുമായി ബന്ധപ്പെട്ട് ഈ G20 സംവിധാനങ്ങൾക്ക് എത്ര കണ്ട് ശക്തമായി പ്രതിരോധിക്കാൻ സാധിക്കും? ഐസൻ, നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ G20 അംഗരാഷ്ട്രങ്ങളെ നോക്കി നമുക്ക് മനസ്സിലാകും. ഓസ്ട്രേലിയ ഉണ്ട്, കാനഡയുണ്ട്, ഭാരതമുണ്ട്, സൗത്ത് ആഫ്രിക്കയുണ്ട്. അങ്ങനെ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നതും ഡെവലപ്പിംഗ് ആയിട്ടുള്ള പല ഭൂഖണ്ഡങ്ങളിലായി വികസിച്ച് കിടക്കുന്ന കുറേ അധികം രാഷ്ട്രങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ മറ്റു പല കാര്യങ്ങളിലായിക്കോട്ടെ ഡെവലപ്പിംഗ് ആവുന്നതാണ് അല്ലെങ്കിൽ ഡെവലപ്ഡ് ആണ്. അപ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ലോകരാഷ്ട്രങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ കുറച്ച് മുന്നേ പറഞ്ഞു, ഓസ്ട്രേലിയ, ഇന്ത്യ, കാനഡ ഒരു ടീമായിട്ടൊരു ഇനിഷ്യേറ്റീവ് മുമ്പോട്ടേക്ക് വരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ലോകരാഷ്ട്രങ്ങളിൽ മൊത്തം ഒരു വോയിസ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഭാരതത്തിന് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ വളരെ വലിയൊരു ശബ്ദമുണ്ട്. കാരണം നമ്മൾ കൃത്യമായ നിലപാടുകളാണ് എന്നും പറഞ്ഞിട്ടുള്ളത്. ആ നിലപാടുകളിൽ തന്നെ നമ്മൾ ഉറച്ചു നിന്നിട്ടുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയം തൊട്ട് തന്നെ നമുക്ക് ഭാരതത്തിന് ആ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ കിട്ടിയ സപ്പോർട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. റഷ്യ ഉൾപ്പെടെ അല്ലെങ്കിൽ ജപ്പാൻ ഉൾപ്പെടെ രാഷ്ട്രങ്ങളൊക്കെ ഭാരതത്തോടൊപ്പം ചേർന്ന് നിന്ന് ടെററിസത്തിനെതിരെ പോരാടാൻ വേണ്ടി ഉറച്ചു നിന്നിട്ടുണ്ട്. അപ്പോൾ ടെററിസം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രങ്ങൾക്കും എന്നും പ്രശ്നമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അത് കണ്ടിന്യൂ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രങ്ങൾക്കും എന്നും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത്തരത്തിൽ നിൽക്കുമ്പോൾ ഇന്ത്യയെപ്പോലെ അത്രയും സ്ട്രോങ് ആയിട്ടൊരു രാജ്യം അത് അത്രയും വലിയൊരു വേദിയിൽ പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. മറ്റു രാജ്യങ്ങൾക്ക് ഒരു തരത്തിലും തള്ളിക്കളയാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്തൊരു അവിഭാജ്യ ശബ്ദമായി ഭാരതം മാറുമ്പോൾ തീർച്ചയായും G20 അങ്ങനെ അത്തരത്തിലുള്ള ഒരു ടെററിസത്തിനെതിരെ ഉണ്ടാകുന്ന ഓരോ വാക്കുകൾക്കും ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ആരോഗ്യരംഗത്തെ വിഷയങ്ങൾ, ആരോഗ്യരംഗത്തെ ഒരു എമർജൻസി ഇടപെടൽ നടത്തണമെന്നൊരു നിലപാടെല്ലാം സ്വീകരിക്കുന്നു. അത്തരത്തിലുള്ള വിവിധങ്ങളായ ചില നീക്കങ്ങൾ നടത്തുന്നു. നമുക്കറിയാവുന്നതാണ്, ലോകത്ത് പല രോഗങ്ങളും പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള പല വിഷയങ്ങളുണ്ട്. ഈ വികസിത രാജ്യങ്ങളിലുള്ള പ്രത്യേകമായ ചില രോഗങ്ങളുണ്ട്. ഇൻഹൈജീൻ കണ്ടീഷനിലൊക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി അവിടേക്കൊന്നും ഒരു ശ്രദ്ധ എത്തിപ്പെടാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ G20 സമ്മേളനങ്ങൾ ഏറെ പ്രസക്തമാകുന്നത്. സാങ്കേതിക വിദ്യാരംഗത്തും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് ഈ രാഷ്ട്രങ്ങൾ തമ്മിലൊരു അന്തിമ ധാരണയിലേക്ക് എത്തുന്നതിനുള്ളൊരു തീരുമാനമുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഇന്നത്തെ G20 സമ്മേളനത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ. അനിൽ നമ്പ്യാർ. നന്ദി ഐസൻ, നന്ദി സാന്ദ്ര. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ നിർണായക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തര സാഹചര്യങ്ങളിൽ വിന്യസിക്കാൻ G20 ഗ്ലോബൽ ഹെൽത്ത് കെയർ റെസ്പോൺസ് ടീം രൂപീകരിക്കണമെന്ന് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. സാന്ദ്രയും ഐസൻ ജോസുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.